രാജ്യത്തെ കറൻസി നിർമ്മാണത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് ഒരുങ്ങി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിലവിലുള്ള കോട്ടൺ അധിഷ്ഠിത പേപ്പർ നോട്ടുകൾക്ക് പകരം ദീർഘകാലം നീണ്ടുനിൽക്കുന്ന പ്ലാസ്റ്റിക് കറൻസി അഥവാ പോളിമർ നോട്ടുകൾ പുറത്തിറക്കാനാണ് RBI ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 10-20 രൂപയുടെ നോട്ടുകളിലായിരിക്കും ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കിൽ അച്ചടിക്കുക. രാജ്യത്ത് കറൻസിയുടെ ആവശ്യം കുത്തനെ ഉയർന്നതും നോട്ടുകളുടെ അച്ചടി സംരക്ഷണ ചിലവൊക്കെ തന്നെ കുറയ്ക്കുക എന്നതുമാണ് ഇതിന് പിന്നിൽ. നിലവിൽ കോട്ടൺ ലീനൽ മിശ്രിതം ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ നോട്ടുകൾ നിർമ്മിക്കുന്നത്. ഇത്തരം നോട്ടുകൾ ആളുകൾ മടക്കി ഉപയോഗിക്കുന്നതിൽ വെള്ളം, പൊടി കാരണവും പെട്ടെന്ന് നോട്ടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നു. എന്നാൽ പേപ്പർ നോട്ടുകളേക്കാൾ 3 മുതൽ 4 മടങ്ങ് വരെ കൂടുതൽ കാലം ഈട് നിൽക്കുന്ന പോളിമർ നോട്ടുകൾക്ക് ഈ പ്രശ്നമില്ല. ഇവ പൂർണ്ണമായിട്ടും വാട്ടർ പ്രൂഫാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം മുഷിഞ്ഞതിനെ തുടർന്ന് 2380 കോടി നോട്ടുകളാണ് RBI പിൻവലിച്ചത്. ഇതിൽ ഭൂരിഭാഗവും 500 രൂപ നോട്ടുകളായിരുന്നു. നോട്ടുകൾ അടിക്കടിയായിട്ട് മാറ്റി അച്ചടിക്കുന്നത് വഴി വലിയ തുകയാണ് സർക്കാരിന് നഷ്ടപ്പെടുന്നത്. പ്ലാസ്റ്റിക് നോട്ടുകൾ വരുന്നതോടുകൂടി ഈ ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, പോളിമർ നോട്ടുകളുടെ വ്യാജൻ നിർമ്മിക്കുക എളുപ്പമല്ല. പ്ലാസ്റ്റിക് ആയതിനാൽ തന്നെ കൂടുതൽ സുരക്ഷാ ഫീച്ചറുകളും പ്രത്യേക മഷികളും സുതാര്യമായിട്ടുള്ള വിൻഡോകളും ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി UDF സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയ ചരിത്ര പ്രസിദ്ധമായ കാരുണ്യ പദ്ധതി നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. ആ കാരുണ്യ സ്മരണകളെയൊക്കെ തന്നെ ഉണർത്തിക്കൊണ്ടാണ് UDF ഇപ്പോൾ പുതിയ പദ്ധതി ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കുമെന്നോ എന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നോ പ്രഖ്യാപനത്തിൽ കൃത്യമായിട്ട് പറയുന്നില്ല. നിലവിലുള്ള കാരുണ്യ പദ്ധതി അത് പരിഷ്കരിക്കുകയാണോ അതോ മറ്റ് സർക്കാർ ഇൻഷുറൻസ് പദ്ധതി സംയോജിപ്പിച്ചാണോ നടപ്പിലാക്കുക എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.